വീണ്ടും ഗുഡ് മോർണിംഗ്. 11 മണി ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. രാവിലെ നമ്മൾ പ്രൊസീജിയേഴ്സ് ഓഫ് അക്കൗണ്ടിങ് പഠിച്ചത് നോട്ടൊക്കെ എല്ലാവരും എഴുതിയെന്ന് കരുതുന്നു. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് 11 മണിക്ക് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇങ്ങനെ പറയുന്നു ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ആരൊക്കെയാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ പ്രധാനപ്പെട്ട യൂസേഴ്സ് എന്നതാണ് നമ്മളിപ്പം പഠിക്കാൻ പോകുന്നത്. അപ്പം കുറേ ആൾക്കാരുടെ പേര് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രാവിലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കുറേ ആൾക്കാരെ പറഞ്ഞു ഇവരൊക്കെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ യൂസേഴ്സ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ് അതിൻ്റെ യൂസേഴ്സ്, അവരെന്തിനു വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഒക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ യൂസേഴ്സ്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ യൂസേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇന്റേണൽ യൂസേഴ്സും അതേപോലെ തന്നെ എക്സ്റ്റേണൽ യൂസേഴ്സും. ഇന്റേണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും. ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ഉള്ളിൽ തന്നെയുള്ള യൂസേഴ്സ്. ബിസിനസിന്റെ ഉള്ളിൽ തന്നെ ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷനെ ആശ്രയിക്കുന്ന ആൾക്കാരെയാണ് ഇന്റേണൽ യൂസേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ പുറത്തുള്ള ആൾക്കാർ, ഗവൺമെന്റിനെ പോലെ ടാക്സ് അതോറിറ്റീസിനെ പോലെയുള്ള ആൾക്കാര്, ബിസിനസിന്റെ പുറത്തുള്ള ആൾക്കാർ, അവരും അക്കൗണ്ടിങ് ഇൻഫർമേഷനെ ആശ്രയിക്കുന്നു. അപ്പോൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻട്രസ്റ്റഡ് യൂസേഴ്സ്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ യൂസേഴ്സിനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്റേണൽ യൂസേഴ്സ്, എക്സ്റ്റേണൽ യൂസേഴ്സ് എന്നുള്ള രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്റേണൽ യൂസേഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ യൂസേഴ്സ് രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് നോക്കാം, ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഇന്റേണൽ യൂസേഴ്സ് ആണ്. ഇന്റേണൽ യൂസേഴ്സ് എന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്ന് നമ്മൾ പറഞ്ഞു, ബിസിനസിന്റെ ഉള്ളിൽ തന്നെ ഉള്ള ആൾക്കാരെയാണ് ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. അവർ എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ആ കൂട്ടത്തിൽ പറയുന്നത്. ഒന്നാമത് ഇന്റേണൽ യൂസേഴ്സിൽ ഒന്നാമത് നമ്മൾ പറയുന്നത് ഓണേഴ്സ് ആണ്. ബിസിനസിന്റെ ഓണറെ സംബന്ധിച്ചിടത്തോളം ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? അയാളാണ് പൈസ മുടക്കുന്നത്, ബിസിനസ്സിലേക്ക് പൈസ മുടക്കുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അയാൾ കോടിക്കണക്കിന് രൂപ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളുടെ പൈസ തിരിച്ചു കിട്ടുമെന്നുള്ളത് അറിയാനായിട്ട് അയാൾക്ക് വലിയ താല്പര്യം ഉണ്ടാവും. അതേപോലെ തന്നെ പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്നുള്ളത് അറിയാനായിട്ട് താല്പര്യം ഉണ്ടാവും. അതേപോലെ തന്നെ അയാളുടെ കൈവശം, ബിസിനസിന്റെ കൈവശം എത്ര പൈസ ബാക്കിയുണ്ടെന്നുള്ളത് അറിയാനായിട്ട് താല്പര്യം ഉണ്ടാവും. ആരൊക്കെ പൈസ തരാണ്, ആർക്കൊക്കെ പൈസ കൊടുക്കാനുണ്ട്, എത്ര അസറ്റുകളുണ്ട്, അതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് അയാൾക്ക് താല്പര്യം ഉണ്ടാവും. ഒന്നാമത്തെ ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസിന് ഉള്ളിൽ തന്നെയുള്ള ആളാണ് ഓണർ എന്ന് പറയുന്നത്. ബിസിനസ്സിലേക്ക് പൈസ മുടക്കിയ ആളാണ് ഓണർ. അയാളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസിനെ കുറിച്ച്, ബിസിനസിന്റെ കൈവശം എത്ര പൈസ എനിക്ക് ബാക്കിയുണ്ടെന്നുള്ള അറിയാനായിട്ട് വലിയ താല്പര്യം ഉണ്ടാകും. അതുകൊണ്ട് ഒന്നാമത്തെ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ്, ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത് ബിസിനസിന്റെ ഓണർ തന്നെയാണ്. അയാൾക്ക് ബിസിനസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് അറിയാനായിട്ട് കൂടുതൽ താല്പര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അയാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്റേണൽ യൂസേഴ്സ് ആണ്. അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റേണൽ യൂസറെ നമുക്ക് ഓണർ എന്ന് പറയാനായിട്ട് സാധിക്കും. രണ്ടാമത് സിഇഒ, ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ്, സൂപ്പർവൈസേഴ്സ് അങ്ങനെയുള്ള ആൾക്കാർ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നാണ് സിഇഒയുടെ ഫുൾഫോമായിട്ട് പറയുന്നത്. അതുപോലെ ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ്, സൂപ്പർവൈസേഴ്സ്. ഒരു ബിസിനസ്സിൽ തന്നെ കുറേ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെന്റുകൾ ബിസിനസ്സിൽ ഉണ്ടാവും. ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെന്റുകളിലെ എല്ലാം തന്നെ മാനേജേഴ്സിനെ സംബന്ധിച്ചു, അതിലേക്ക് ഹെഡ്സിനെ സംബന്ധിച്ചു, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അവരെ ആവശ്യമാണ്. കാരണം എന്ന് വെച്ചാൽ എത്രമാത്രം സെയിൽസ് ഉണ്ട്, എത്രമാത്രം പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ട്, എത്രമാത്രം പർച്ചേസ് നടന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് എല്ലാം ഉള്ള ഇൻഫർമേഷൻ അക്കൗണ്ടിങ് റെക്കോർഡ്സിലാണ്. അതുകൊണ്ട് തന്നെ ഈ ആൾക്കാരെ, ഈ വിധത്തിലുള്ള ആൾക്കാർ, ഈ ഗണത്തിൽ വരുന്ന ആൾക്കാർ, സിഇഒ, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്, അതുപോലെ സൂപ്പർവൈസേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷനെ കൊണ്ട് കുറേ യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് എന്ന് പറയുന്നത് ഈ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സും അതേപോലെ തന്നെ മാനേജേഴ്സ്, സൂപ്പർവൈസേഴ്സ് അങ്ങനെയുള്ള ആൾക്കാർക്ക് അവർക്ക് ഇതുകൊണ്ട് വളരെയധികം ഉപയോഗങ്ങൾ വരുന്നുണ്ട്. മൂന്നാമത് മാനേജേഴ്സ് ആണ്. ബിസിനസിന്റെ മാനേജേഴ്സ് തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണ്? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നോക്കിയിട്ടാണ് അവർ
തീരുമാനങ്ങൾ എടുക്കും. കാരണം ഈ വർഷം നമുക്ക് പ്രോഫിറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അത് വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അടുത്ത വർഷത്തേക്ക് പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എപ്പോഴും അവരെ മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിൽ വരുത്തണമെങ്കിലും എല്ലാം എന്ത് ചെയ്യും, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കൂടിയേ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ മൂന്നാമത്തെ യൂസേഴ്സ് എന്ന് പറയുന്നത് മാനേജേഴ്സാണ്, ബിസിനസ്സിൻ്റെ മാനേജേഴ്സാണ്. അവർക്ക് തീരുമാനങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള തീരുമാനങ്ങൾ ക്വിക്കായിട്ടുള്ള ഏറ്റവും പെട്ടെന്ന് ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് അവർക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വളരെയധികം ഉപയോഗപ്രദമാണ്, ആവശ്യം. അടുത്തത് ഷെയർ ഹോൾഡേഴ്സാണ്, ബിസിനസിൻ്റെ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ പൈസ നിക്ഷേപിക്കുന്ന ആൾക്കാരാണ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്ന് നിങ്ങൾ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. റിലയൻസ്, നിങ്ങൾ കുറേ കമ്പനികളുടെ ഷെയറിൻ്റെ വാല്യൂ നമുക്കാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ ഒരു പൈസ നമ്മുടെ കയ്യിൽ 100 രൂപ 200 രൂപയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ബിസിനസ്സിൻ്റെ പല ബിസിനസ്സുകളുടെയും ഷെയർ വാങ്ങാം. 10 രൂപയ്ക്കും 20 രൂപയ്ക്കും 30 രൂപയ്ക്കും ഒക്കെ ഒരു ഷെയർ കിട്ടും. ആ ഷെയർ വാങ്ങിയ ആൾക്കാർ ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബിസിനസ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഷെയർ ഹോൾഡേഴ്സ് എന്താണ്, കമ്പനീസ് എന്താണ്, അവരുടെ ഷെയർ വിൽക്കുന്നത് എങ്ങനെയാണ്. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓണേഴ്സ് തന്നെയാണ്, ബിസിനസിൻ്റെ ഓണേഴ്സ് തന്നെയാണ്. ഇപ്പോൾ റിലയൻസിൻ്റെ ഓണർ എന്ന് പറയുന്നത് മുകേഷ് അംബാനിയാണ്. പക്ഷേ അതിലെന്ത് ചെയ്യും, കുറേ ആൾക്കാർക്ക് അയാൾ ഷെയർ വിൽക്കും. ഏകദേശം ഒരു അതിൽ 1000 കോടി രൂപയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അതിൽ 1000 കോടിയാണെങ്കിൽ 600 കോടി രൂപയെങ്കിലും അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ബാക്കി 400 കോടി രൂപ ബാക്കിയുള്ളവരുടെ ഷെയറായിട്ട് കളക്ട് ചെയ്ത് ഷെയർ ഹോൾഡേഴ്സ് ഇങ്ങനെ പൈസ നിക്ഷേപിച്ച ബിസിനസ്സിൽ പൈസ നിക്ഷേപിക്കുന്ന പല ആൾക്കാരുണ്ട്. ഷെയറായിട്ട് പൈസ നിക്ഷേപിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൈസയുടെ സുരക്ഷിതം അല്ലെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടോ ലോസ് ഉണ്ടോ എന്നുള്ള അറിയാനായിട്ട് അവർക്കും താല്പര്യമുണ്ട്. കാരണം അവർ ബിസിനസ്സിൽ പൈസ നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പൈസ എത്രമാത്രം വളർന്നിട്ടുണ്ടെന്നുള്ളത്, അവരുടെ ഷെയർ എത്രമാത്രം വളർന്നിട്ടുണ്ടെന്നുള്ളത്, അവർക്ക് എത്രമാത്രം ലാഭവിഹിതം കിട്ടുന്നുണ്ടെന്നുള്ളത് അവർക്ക് അറിയാനായിട്ട് അവർക്ക് താല്പര്യമുണ്ടാവും. അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സും ഇതിൻ്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ പ്രധാനപ്പെട്ട യൂസറാണ്. അവർക്കും ഇത് അറിയാനായിട്ട് താല്പര്യമുണ്ടാവും. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കറക്റ്റായിട്ട് എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ട്, എത്രമാത്രം ലോസ് ഉണ്ട്, എത്രമാത്രം ഫൈനാൻഷ്യൽ പൊസിഷൻ ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഷെയർ ഹോൾഡേഴ്സിനും താല്പര്യമുണ്ടാവും. നാലാമത്തെ യൂസർ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സാണ്. ബിസിനസ്സിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത ഷെയർ ഹോൾഡേഴ്സാണ് അടുത്ത നാലാമത്തെ ബിസിനസ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ പ്രധാനപ്പെട്ട യൂസറായിട്ട് ഇന്ത്യൻ യൂസറായിട്ട് വരുന്നത് ഷെയർ ഹോൾഡേഴ്സാണ്. അടുത്ത എംപ്ലോയീസാണ്, ബിസിനസ്സിലെ എംപ്ലോയീസ്. എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ? എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിൽ നിൽക്കുകയാണ്. അവരെ ഈ ബിസിനസ് നഷ്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നാളെ അവരുടെ ജോലി ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ അവർക്ക് ജോലി ശമ്പളവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ബിസിനസ് ഇങ്ങനെ നഷ്ടത്തിലേക്ക് പോകുന്ന ആ ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് അടുത്ത മാസം അല്ലെങ്കിൽ 2-3 മാസം കഴിഞ്ഞാൽ, കുറച്ച് കാലം കഴിഞ്ഞാൽ ആ ബിസിനസ് നഷ്ടത്തിലേക്ക് വരും. അപ്പം അങ്ങനെയാകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സാലറി കിട്ടാനുള്ള സാധ്യതയില്ല. ചിലപ്പോൾ അവരെ അവരുടെ ജോലിയിൽ നിന്ന് തന്നെ തിരിച്ചുവിടാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫിനാൻഷ്യൽ റെക്കോർഡ്സ്, നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ. അത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് മനസ്സിലാവും ബിസിനസ് ലാഭത്തിലാണ് നഷ്ടത്തിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, ലാഭത്തിലാണെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ട ആവശ്യമില്ല. ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ ജോലിയൊന്നും പോകില്ല, ശമ്പളം കൂട്ടി ചോദിക്കാം, വേണമെങ്കിൽ ശമ്പളം കൂട്ടി ചോദിക്കാം, അതുപോലെ ശമ്പളം കറക്റ്റായിട്ട് കിട്ടുന്നൊക്കെ ഓർക്കില്ല. പക്ഷേ നഷ്ടത്തിലാണെങ്കിലോ, ബിസിനസ് നഷ്ടത്തിലാണെങ്കിലോ അവർ പേടിക്കണം. കാരണം അവരെ എപ്പം വേണമെങ്കിലും പിരിച്ചുവിടാം, അവരുടെ ജോലി പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കിട്ടുന്ന ശമ്പളം തന്നെ കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, വേറൊരു കമ്പനിയിൽ എവിടെയെങ്കിലും ജോലി അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇവിടുന്ന് എപ്പോഴും വേണമെങ്കിലും ജോലി പിരിച്ചുവിടാനുള്ള സാധ്യതയാണ്. അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എംപ്ലോയീസും നമ്മുടെ ഫൈനാൻഷ്യൽ റെക്കോർഡ്സ്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എല്ലാം അവർ നോക്കും. എന്നാൽ അവർക്കറിയാം കൂടുതലായിട്ട് നല്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഡിമാൻഡ് ചെയ്യാം, ഞങ്ങൾക്ക് ബോണസ് വേണം, അല്ലെങ്കിൽ സാലറി കുറച്ചുകൂടി കൂട്ടി തരുന്നതൊക്കെ ആവശ്യപ്പെടാം. നല്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യപ്പെടാം. അപ്പം മാനേജ്മെൻറ്റ് അതിനനുസരിച്ച് അവർക്ക് സാലറി കൂട്ടി കൊടുക്കും. അതുപോലെ
വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അവിടെ ജോലി തന്നെ പോകാനുള്ള സാധ്യത. അപ്പം അവിടെ ജോലിയുടെ സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി അതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് അവർ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വളരെയധികം ഉപയോഗിക്കാറ്. ഇത്രയും ആൾക്കാരാണ്, ഇവര് 5 തരത്തിലുള്ള ആൾക്കാരാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ പ്രധാനപ്പെട്ട യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത് ഓണേഴ്സ്, അതേപോലെ തന്നെ ഇതിൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്, മാനേജേഴ്സ്, അതേപോലെ തന്നെ ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ്, അതേപോലെ എംപ്ലോയീസ്. ഇതൊക്കെയാണ് ഇന്റേണൽ യൂസേഴ്സ് ആയിട്ട് പറയുന്നത്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ഇന്റേണൽ യൂസേഴ്സ് ആയിട്ട് പറയുന്നത് ഇത്രയും ആൾക്കാരെയാണ്. എക്സ്റ്റേണൽ യൂസേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത് ബിസിനസിൻ്റെ ഇൻവെസ്റ്റേഴ്സ്, ബിസിനസ്സിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയാനായിട്ട് സാധിക്കും. ബിസിനസ് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ബാങ്ക്സ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവരെന്ത് ചെയ്യും, അവരുടെ കയ്യിൽ നമ്മൾ പൈസ കടമായിട്ടുണ്ടാകും, ലോണൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ ബിസിനസ് തുടങ്ങിയിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ആരുടെയും കയ്യിൽ നിന്ന് ലോൺ എടുത്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യും പൈസ ബിസിനസ് തുടങ്ങി ബാങ്കിൽ നിന്ന്. അങ്ങനെയുള്ള ആൾക്കാർ ബിസിനസിന്റെ പുറത്തുള്ള ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ബാങ്കിൽ നിന്ന് നമ്മൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ലോൺ എടുത്ത് നിശ്ചയമല്ലേ എന്നുള്ള കുറേ ആൾക്കാർ ഈ കോടിക്കണക്കിന് രൂപ ലോൺ എടുത്തിട്ട് അവർ മുങ്ങിപ്പോയി. അപ്പോൾ അവരുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കറക്റ്റായിട്ട് പരിശോധിക്കുകയായിരുന്നെങ്കിൽ ഈ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് മനസ്സിലാവായിരുന്നു ഈ കമ്പനി നഷ്ടത്തിലേക്കാണ് പോകുന്നത്, ഇനിയും അവർക്ക് ലോൺ കൊടുക്കാൻ പാടില്ല, കൊടുത്ത പൈസ എങ്ങനെയെങ്കിലും പെട്ടെന്ന് വാങ്ങിയെടുക്കണം എന്നുള്ള ബാങ്കുകൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കറക്റ്റായിട്ട് പഠിക്കേണ്ടിയിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ബാങ്കുകളെല്ലാം തന്നെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നോക്കുന്നത്. ലോണായിട്ട് ബാങ്കിൽ നിന്ന് നമ്മൾ പൈസ വാങ്ങിയിട്ടുണ്ടാവും. ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഈ പൈസ തിരിച്ച് വാങ്ങുക എന്നുള്ളത് അവർക്ക് ഒരാവശ്യം. അതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നോക്കിയാൽ മതി. കാരണം നമുക്ക് പ്രോഫിറ്റിലാണെങ്കിൽ നമ്മൾ ബിസിനസ് പോകുന്നതെങ്കിൽ തിരിച്ചടവ് എന്തായാലും നഷ്ടത്തിലേക്കാണ് പോകുന്നതെങ്കിലോ തിരിച്ചടവ് കിട്ടാനായിട്ട് ഈ പൈസ ലോണായിട്ട് കൊടുത്ത പൈസ തിരിച്ചു കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ബാങ്കുകളെല്ലാം തന്നെ ഇത് നോക്കിക്കൊണ്ടേയിരിക്കും. രണ്ടാമത്തെ പാർട്ടീസ്, എക്സ്റ്റേണൽ യൂസേഴ്സിലെ രണ്ടാമത്തെ പാർട്ടിയായിട്ട് വരുന്നത് ക്രെഡിറ്റേഴ്സ്, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സ്, അതർ ലെൻഡേഴ്സ് എന്നുള്ള ആൾക്കാരൊക്കെ. പ്രധാനമായിട്ട് ക്രെഡിറ്റേഴ്സാണ്. ക്രെഡിറ്റേഴ്സ് ആരൊക്കെയാണ് നോക്കുക? ക്രെഡിറ്റേഴ്സ് പറഞ്ഞാൽ നമ്മൾ ആരുടെയും കയ്യിൽ നിന്ന് പൈസയായിട്ട് വായ്പ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നമ്മൾ പൈസ കടമായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. എൻ്റെ കയ്യിൽ പൈസ, ഞാൻ ബിസിനസ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു, എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, എൻ്റെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു കസിൻ അയാളുടെ ഇഷ്ടംപോലെ പൈസ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അയാളുടെ അടുത്ത് പോയി പറഞ്ഞു ഞാൻ എന്താ ബിസിനസ് തുടങ്ങാൻ പോവാണ്, നല്ലൊരു ബിസിനസ്സാണ്, ഇഷ്ടംപോലെ പ്രോഫിറ്റ് ഉണ്ടാവും, എനിക്കൊരു 1 ലക്ഷം രൂപ നമ്മൾ സഹായിക്കാം, ഞാൻ എന്ത് ചെയ്യാം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു തരാം, ഒരു 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു തരാം, ഒരു വർഷം കഴിയുമ്പോൾ തിരിച്ചു തരാം, വേണമെങ്കിൽ കുറച്ച് പലിശയും കൂടി കൂട്ടിയിട്ട് തരാം എന്നൊക്കെ പറയുമ്പോൾ അയാൾ സംഭവം വിശ്വസിച്ചിട്ട് എനിക്ക് 1 ലക്ഷം രൂപ തരും. പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പേടിയുണ്ടാവും, ഈ 1 ലക്ഷം രൂപ പോവോ, അയാൾക്ക് വായ്പ കൊടുത്ത പൈസ 1 ലക്ഷം രൂപ പോവോ എന്നുള്ളൊരു പേടി അയാൾക്കുണ്ടാവും. അപ്പം അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് ചോദിക്കാൻ പറ്റും, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാൻ പറ്റും, പൈസ തരുമോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാൻ പറ്റും. അതിന് പകരമായിട്ട് അയാളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, ഈ കമ്പനിയുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കമ്പനി ലാഭത്തിലാണ്, പൈസ തിരിച്ചു കിട്ടും എന്നുള്ളത് അയാൾക്ക് മനസ്സിലാവും. നമ്മളോട് നേരിട്ട് ചോദിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്തായാലും നെറ്റിൽ അവൈലബിൾ ആവും. എല്ലാ കമ്പനികളുടെയും അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എല്ലാം തന്നെ നെറ്റിൽ പബ്ലിഷ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ നമ്മളോട് നേരിട്ട് ചോദിക്കുന്നതിന് പകരം നെറ്റിൽ എടുത്തിട്ട് ഈ കമ്പനിയുടെ പേരും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, അവരുടെ ബാലൻസ് ഷീറ്റും ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എല്ലാം തന്നെ ഉണ്ടാവും. പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ പൈസ തിരിച്ചു കിട്ടുന്നത് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്രെഡിറ്റേഴ്സ് പൈസ നമ്മൾ ആരെങ്കിലും കയ്യിൽ നിന്ന് വായ്പ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഗവൺമെന്റ് അതോറിറ്റി, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സെബി എന്നുള്ള സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് സെബിയുടെ ഫുൾ ഫോം. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് അതോറിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും, നമ്മുടെ ബിസിനസ്സിൽ നിന്ന് ടാക്സ് കറക്റ്റായിട്ട് കിട്ടണം, അതേപോലെ തന്നെ അതിൽ നിന്നുള്ള ഇൻകം ടാക്സ്, സെയിൽസ് ടാക്സ് അങ്ങനെയുള്ള പലതരത്തിലുള്ള ഫീസുകളും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടണം. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കറക്റ്റായിട്ട് ഷെയർ മാർക്കറ്റിൽ നിന്ന് പൈസ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഡിവിഡൻഡോ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ
ശതമാനം അതൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടി അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാം എത്രയാണ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ഇത്ര ശതമാനം ടാക്സ് വരും, ഇത്രമാത്രം സെയിൽസ് ഉണ്ടോ അതിൻ്റെ ഇത്രമാത്രം സെയിൽസ് ടാക്സ് ആയിട്ട് വരും. അത് നോക്കിക്കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഏജൻസീസ് ഗവൺമെന്റ് അതോറിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത ട്രേഡ് യൂണിയൻസ്, അതേപോലെ രജിസ്റ്റർ ഓഫ് കമ്പനീസ് എന്നുള്ള ആൾക്കാരൊക്കെയാണ് ട്രേഡ് യൂണിയൻ. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ട്രേഡ് യൂണിയൻസ് ഉണ്ട്. ട്രേഡ് യൂണിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഒക്കെ അറിയാനായിട്ട് താല്പര്യമുണ്ട്. കാരണം അവർക്ക് എന്ത് ചെയ്യാം, ഒരു സ്ട്രൈക്കൊക്കെ നടത്താൻ പോകും. സ്ട്രൈക്കൊക്കെ നടത്തുന്ന സമയത്ത് നമ്മളെ കമ്പനി അല്ലെങ്കിൽ തന്നെ നഷ്ടത്തിലാണെങ്കിൽ അവർ സ്ട്രൈക്ക് കൂടി നടത്തി കഴിഞ്ഞാൽ കമ്പനി ആകെ കൂട്ടി ഇല്ലാതെ ജോലി പോകാൻ സാധിക്കും. പക്ഷേ കമ്പനി നല്ല ലാഭത്തിലാണ്, തൊഴിലാളികൾക്ക് ആവശ്യമായ ആനുകൂല്യങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ട്രേഡ് യൂണിയൻ എല്ലാം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സ്ട്രൈക്കും മറ്റു കാര്യങ്ങളൊക്കെ സമര പരിപാടികളൊക്കെ നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ ട്രേഡ് യൂണിയനുകളൊക്കെ എന്ത് ചെയ്യും, നേരിട്ട് കമ്പനി ചോദിക്കുന്നതിന് പകരം ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ അവർക്കറിയാം കമ്പനി നല്ല ലാഭത്തിലാണ്, അതുകൊണ്ട് തന്നെ സാലറി ഇൻക്രീസ് ചോദിക്കാം, ബോണസ് ചോദിക്കാം, മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ളത് ട്രേഡ് യൂണിയൻ മനസ്സിലാവും. അതിനനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ നോക്കാനായിട്ട് സാധിക്കും. ട്രേഡ് യൂണിയൻ ഇതിൻ്റെ ഇൻട്രസ്റ്റ് യൂസറാണ്. ലാസ്റ്റ് ആയിട്ട് വരുന്ന കൺസ്യൂമേഴ്സ്, റിസർച്ചേഴ്സ്, ജനറൽ പബ്ലിക് എന്നുള്ള ആൾക്കാർ. കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സാധാരണ ഒരു കൺസ്യൂമറാണ്, ഞാനൊരു കൺസ്യൂമറാണ്, പ്രൊഡക്റ്റിൻ്റെ കൺസ്യൂമറാണ്. അപ്പോൾ ഞാൻ ഒരു മിക്സി വാങ്ങുന്നത് അല്ലെങ്കിൽ ടി വി വാങ്ങുന്നത് ഞാൻ എന്തിനാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നോക്കും. അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങുന്ന ഞാൻ എന്തിനാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നോക്കും. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നോക്കേണ്ട ആവശ്യമുണ്ട്. കസ്റ്റമർ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നോക്കേണ്ട ആവശ്യം. കാരണം എന്താ വെച്ചാൽ ഞാനൊരു ടി വി വാങ്ങും അല്ലെങ്കിൽ ഞാനൊരു വാഷിംഗ് മെഷീൻ വാങ്ങും. ഒരു കമ്പനി നേരത്തെ ഉണ്ടായിരുന്ന ഒരു കമ്പനി എക്സാമ്പിൾ പറയാം, ഞാനൊരു വാഷിംഗ് മെഷീൻ വാങ്ങിയതാണ്. BPL എന്നുള്ള കമ്പനിയുടെ വാഷിംഗ് മെഷീനാണ് വാങ്ങിയത്. ഒരു 10 വർഷം മുമ്പാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു, 10 വർഷം ഗ്യാരണ്ടി, അതേപോലെ തന്നെ എല്ലാത്തിനും കംപ്ലീറ്റ് ഗ്യാരണ്ടി ഒക്കെ തന്നു. 10 വർഷം ഗ്യാരണ്ടി. സാധാരണ വാഷിംഗ് മെഷീനെക്കാളും വില കുറച്ച് കൂടുതലാണ്. എന്നാൽ അവരെന്ത് ചെയ്തു, 10 വർഷം ഗ്യാരണ്ടി തന്നു. 10 വർഷം ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ വാഷിംഗ് മെഷീൻ എന്തായാലും 10 വർഷത്തേക്ക് ഒരു 5 പൈസ മുടക്കുന്ന ധൈര്യമായിട്ട് വാങ്ങാനുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, സാധനമാണ്. പക്ഷേ എന്ത് ചെയ്തു, ഒരു 2 വർഷം പോലും കഴിഞ്ഞതിന് മുമ്പ് തന്നെ ഈ കമ്പനി നിർത്തിപ്പോയി. BPL എന്നുള്ള ഫേമസ് കമ്പനിയായിരുന്നു, പക്ഷെ നിർത്തിപ്പോയി. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അവരെന്ത് ചെയ്യുന്നു, ഒരു 5 വർഷമായിട്ട് അവർ ഭയങ്കര ലോസിലായിരുന്നു. അതുകൊണ്ട് തന്നെ കമ്പനി മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടിലായിരുന്നു. അതുകൊണ്ടാണ് 10 വർഷം ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരസ്യം കൊടുത്തത്. അത് വിചാരിച്ചിട്ട് അവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ മുഴുവൻ വിറ്റ് ഒഴിവാക്കി. പക്ഷേ അവസാനം ഈ കേടായ സാധനം നന്നാക്കി തരാൻ ആരും 10 വർഷം വാറണ്ടി പറഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ കമ്പനി ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. ഇതേപോലെ തന്നെ ഇഷ്ടംപോലെ കാർ കമ്പനികൾ, ഷെവർലെറ്റ്, അതേപോലെ തന്നെ സെലോ എന്നൊക്കെ പറഞ്ഞുള്ള പല കമ്പനികളും, സെലോ മാറ്റിസ് അങ്ങനെയുള്ള പല കമ്പനികളൊക്കെ, ദൈവു എന്നൊക്കെയുള്ള കാർ കമ്പനികളൊക്കെ എന്ത് ചെയ്തു, അവർ കാറൊക്കെ വിറ്റഴിച്ചു, നല്ല പരസ്യങ്ങളൊക്കെ കൊടുത്തിട്ട് കാറുകൾ വിറ്റഴിച്ചു. പക്ഷെ അതിന് ശേഷം എന്ത് ചെയ്തു, അവർ പിന്നീട് ഈ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി. എക്സാമ്പിളായിട്ട് ഏറ്റവും അവസാനം ഷെവർലെറ്റ് എന്നുള്ള കമ്പനിയാണ്. ഷെവർലെറ്റിന്റെ കാറുകൾ ഇഷ്ടംപോലെ വിറ്റഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഭയങ്കര നഷ്ടത്തിലായിരുന്നു, ഇന്ത്യയിൽ ഭയങ്കര നഷ്ടത്തിലായിരുന്നു. അതറിയാതെ ഇഷ്ടംപോലെ ആൾക്കാർ നല്ല പൈസ കൊടുത്ത സാധനം വാങ്ങി. അപ്പോൾ അവസാനം പിന്നീട് സർവീസോ മറ്റു കാര്യങ്ങളോ ഒന്നും കിട്ടാതെ കുടുങ്ങിപ്പോയി. നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പ് അവരുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയ പൈസയുടെ പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ, പിന്നീട് സർവീസും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അവരുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ കമ്പനി അധികം നാൾ ഉണ്ടാവോ, ഈ സർവീസും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കമ്പനി വേണ്ടേ. അതുകൊണ്ട് തന്നെ ഈ കമ്പനി അധികം കാലം ഉണ്ടാവുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കസ്റ്റമേഴ്സ് നോക്കുന്നത് നല്ലതാണ്. അതുപോലെ ജനറൽ പബ്ലിക്കിന് ഇത് അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടാകുന്ന കമ്പനി നല്ല രീതിയിലാണ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് എന്ത് ചെയ്യാം, കൂടുതലായിട്ട് അവരുടെ കയ്യിൽ നിന്നുള്ള ആനുകൂല്യങ്ങളോ മറ്റു ജോലി സാധ്യതകളോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ജനറൽ പബ്ലിക്കിനും ഇത് അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ താല്പര്യമാണ്. അപ്പോൾ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇന്റേണൽ യൂസേഴ്സ്, എക്സ്റ്റേണൽ യൂസേഴ്സ്. ആരൊക്കെയാണെന്നുള്ളത് മെയിനായിട്ട് നമ്മൾ പറഞ്ഞു. ഇന്റേണൽ യൂസേഴ്സിൽ ഓണേഴ്സും അതേപോലെ CEO, ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അങ്ങനെയുള്ള ആൾക്കാർക്ക്, മാനേജേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, എംപ്ലോയീസ് അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇന്റേണൽ യൂസേഴ്സ് ആയിട്ട് വരുന്നത്. എക്സ്റ്റേണൽ യൂസേഴ്സ് ആയിട്ട് പ്രധാനമായിട്ടും വരുന്നത് ഇതിൻ്റെ ബാങ്ക്സ്, അതേപോലെ തന്നെ ഇതിൻ്റെ ക്രെഡിറ്റേഴ്സ്, പണം കടം വാങ്ങിയ ആൾക്കാർ, പണം കൊടുത്ത ആൾക്കാർ, ഗവൺമെന്റ് അതോറിറ്റീസ്, ടാക്സ് അതോറിറ്റീസ് അങ്ങനെയുള്ള ആൾക്കാർ, ട്രേഡ് യൂണിയൻസ്, കസ്റ്റമേഴ്സ്,
ഓരോരുത്തരും ഇത് യൂസ് ചെയ്യുന്നത്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇവരൊക്കെ യൂസ് ചെയ്യുന്നതും നമ്മളിപ്പം ഡിസ്കസ് ചെയ്യും. ഓരോരുത്തരും എന്തിനു വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്ന കാര്യവും നമ്മളിപ്പം ഡിസ്കസ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ പറയുന്നത്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് എന്നുള്ള അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് എന്താണ്, അത് നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. നോട്ടൊക്കെ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആക്കുക. നമ്മളെന്ന് പറഞ്ഞ കാര്യങ്ങൾ രണ്ട് ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്, ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്ങും അതേപോലെ തന്നെ പിന്നെ ഇൻഡസ്ട്രിയൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് രണ്ട് സെഷനായിട്ട് ഡിസ്കസ് ചെയ്തു. ഇത് രണ്ടുമായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. ക്ലിയർ ആക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല, അതുകൊണ്ട് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. ക്ലാസ്സുകൾ കറക്റ്റ് സമയത്ത് തന്നെ കാണാം. അറ്റൻഡൻസ് കറക്റ്റായിട്ട് പറയാം. അറ്റൻഡൻസ് ഷോർട്ടേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു വലിയ ബുദ്ധിമുട്ടാണ്. തിരുവനന്തപുരത്ത് പോയിട്ട് ശരിയാക്കേണ്ടതായിട്ട് വരും. പരീക്ഷ എഴുതാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അറ്റൻഡൻസ് ഷോർട്ടേജ് ഉണ്ടാവാതെ കറക്റ്റായിട്ട് നോക്കാം. എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലാസ് ടീച്ചറെ വിളിച്ച് പറയുക. എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ് കേൾക്കാൻ പറ്റാത്തോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ക്ലാസ് ടീച്ചറോടോ എന്നെ വിളിച്ച് പറയാം. അതുപോലെ നോട്ട് കറക്റ്റായിട്ട് എഴുതി തരാനായിട്ട് ശ്രമിക്കുക. പല ആൾക്കാരും നോട്ട് എഴുതുന്നതിൽ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ ക്ലാസ് എടുക്കുന്ന ദിവസം തന്നെയാണ് നോട്ട് എഴുതി തരുന്നത്. അല്ലാതെ എന്തെങ്കിലും നോട്ട് എഴുതി തരാനായിട്ട് കുറേശ്ശെ നോട്ട് തരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ സ്കൂളിലാണെങ്കിൽ എന്ത് ചെയ്യും, ആ പീരീഡ് തന്നെ നമ്മൾ എഴുതുകയാണ് ചെയ്യും. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ നമുക്ക് ക്ലാസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഒരു അരമണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ 2 പേജ് അല്ലെങ്കിൽ ഒരു പേജൊക്കെ നോട്ട് തരുന്നു. അതുകൊണ്ട് തന്നെ അരമണിക്കൂറോ 1 മണിക്കൂറോ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ആ നോട്ട് കംപ്ലീറ്റ് ആയി അത് പഠിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ബുദ്ധിമുട്ടില്ല. ക്ലാസ് തുറങ്ങുന്ന സമയത്ത് നമ്മൾ ഈ അത്യാവശ്യം അല്ലെങ്കിൽ ഈ നോട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇനി പഠിപ്പിക്കാനായിട്ട് സമയമുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ലാസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, കറക്റ്റായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതേപോലെ തന്നെ നോട്ട് കംപ്ലീറ്റ് ആക്കുക, വർക്കുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ആക്കി അയക്കുക. എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. എന്തെങ്കിലും തരത്തിലുള്ള